ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. ഈ ചാപ്റ്ററിലെ പ്രോബ്ലം 27 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എക്സാമ്പിൾ 27. കൺസിഡർ എഫ് ഫ്രം സെറ്റ് 1 to 3 to set ABC and G from set ABC to set apple, ball, cat. Defined as f of 1 equal to A, f of 2 equal to B, f of 3 equal to C, G of A equal to apple, G of B equal to ball, and G of C equal to cat. Show that f, G and G composition f are invertible. Find out f inverse, G inverse and G composition f inverse and show that G composition F inverse equal to F inverse composition G inverse. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് തീർക്കാം. ഇപ്പം ഇവിടെ നമുക്ക് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് 1 to 3 നിന്ന് സെറ്റ് എ ബി സിയിലേക്കാണ്. മാത്രമല്ല എഫ് ഓഫ് 1 ഈക്വൽ ടു എഫ് ഓഫ് 2 ഈക്വൽ ടു ബി, എഫ് ഓഫ് 3 ഈക്വൽ ടു സി, ഈ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഫ്രം സെറ്റ് എ ബി സി ടു സെറ്റ് ആപ്പിൾ, ബോൾ, ക്യാറ്റ്. ഇവിടെ ജി ഓഫ് എ ഈക്വൽ ടു ആപ്പിൾ, ജി ഓഫ് ബി ഈക്വൽ ടു ബോൾ ആൻഡ് ജി ഓഫ് സി ഈക്വൽ ടു കാറ്റ്. ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എഫ്, ജി ആൻഡ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതോടൊപ്പം എഫ് ഇൻവേഴ്സ് കാണണം, ജി ഇൻവേഴ്സ് കാണണം, പിന്നെ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സും കാണണം. മാത്രമല്ല ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണോ എന്ന് നമ്മൾ എപ്പോഴും എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. രണ്ട് രീതിയിൽ നമുക്കത് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന്റെ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണ് ജി. അങ്ങനെയെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്, അതുപോലെ ജി കോമ്പോസിഷൻ ഓഫ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെന്ന് പറയാം. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് എഫും ജി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, അത് ഇൻവേർട്ടബിൾ ആകണമെങ്കിൽ അത് ബൈജക്റ്റീവ് ആയിരിക്കും. അതായത് 1 1 on 2 ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ ആ സെക്കൻഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇൻവേർട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷൻ എഫ് ആണ്. നമുക്കറിയാം എഫ് ഈസ് ഇൻവേർട്ടബിൾ ഇഫ് ഇറ്റ് ഈസ് 1 1 and on 2, അതായത് ബൈജക്റ്റീവ്. എഫ് 1 1 on 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്, അതായത് അതിനൊരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. നമ്മൾ ആദ്യം തന്നെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് 1 to 3 നിന്ന് എ ബി സിയിലേക്കാണ്. 1ന്റെ ഇമേജ് ആണ് എ, 2ന്റെ ഇമേജ് ആണ് ബി, 3യുടെ ഇമേജ് ആണ് സി. അതായത് ഓരോ എലമെന്റിനും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ആണ്. സിൻസ് ഓൾ എലമെന്റ്സ് ഹാവ് യൂണിക് ഇമേജ്, ഇറ്റ് ഈസ് 1 1. അതുപോലെ ഈ ഫംഗ്ഷന് ഓൺ ടു ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ചെക്ക് ഓൺ ടു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇമേജസ്, അതായത് ഏതൊരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രീ ഇമേജ് ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എക്ക് 1 എന്ന് പറയുന്ന പ്രീ ഇമേജ് ഉണ്ട്, ബിക്ക് 2 എന്ന് പറയുന്ന പ്രീ ഇമേജ് ഉണ്ട്, സിക്ക് 3 എന്ന് പറയുന്ന പ്രീ ഇമേജ് ഉണ്ട്. സിൻസ് എവറി ഇമേജ് ഹാസ് എ യൂണിക് പ്രീ ഇമേജ്, ഇറ്റ് ഈസ് ഓൺ ടു. അപ്പോൾ ഇവിടെ യൂണിക് പ്രീ ഇമേജ് ഓരോ ഇമേജിനും ഉള്ളത് കൊണ്ട് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൺ ടു ആണ് എന്ന് പ്രൂവ് ചെയ്തു. അപ്പം അതായത് ഈ ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ ടു ആണ്. അതായത് സിൻസ് എഫ് ഈസ് ബൈജക്റ്റീവ്, എഫ് ഈസ് ഇൻവേർട്ടബിൾ. എഫ് ബൈജക്റ്റീവ് ആയതുകൊണ്ട് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്. അപ്പോൾ ഇൻവേർട്ടബിൾ ആയതുകൊണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ എഫ് ഇൻവേഴ്സ് ആണ് ഇതിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. എഫ് ഈക്വൽ ടു നമുക്കറിയാം 1 A 2 B 3 C, അതായത് എഫ് ഓഫ് 1 ഈക്വൽ ടു എ, എഫ് ഓഫ് 2 ഈക്വൽ ടു ബി, എഫ് ഓഫ് 3 ഈക്വൽ ടു സി. അതാണ് ഞാൻ ഈ ഒരു രീതിയിൽ എഴുതിയിരിക്കുന്നത്. എഫ് ഈക്വൽ ടു 1, A 2, B and 3, C. അപ്പോൾ ഇതിന് ഇൻവേഴ്സ് എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്? എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു A1 B2 C3, അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എ ഈക്വൽ ടു 1, എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഈക്വൽ ടു 2, എഫ് ഇൻവേഴ്സ് ഓഫ് സി ഈക്വൽ ടു 3 എന്ന് നമ്മൾ എഴുതുന്നു. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഫംഗ്ഷൻ ജി ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഫ് ഇൻവേർട്ടബിൾ ആണെന്ന് കണ്ടു, അതുപോലെ ജി എന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ ബി സി എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് സെറ്റ് ആപ്പിൾ, ബോൾ, ക്യാറ്റിലേക്കാണ് ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ജി ഓഫ് എ ഈക്വൽ ടു ആപ്പിൾ, ജി ഓഫ് ബി ഈക്വൽ ടു ബോൾ, ജി ഓഫ് സി ഈക്വൽ ടു ക്യാറ്റ്. ഈ വാല്യൂസ് എല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ജി ഈസ് ഇൻവേർട്ടബിൾ ഇഫ് ഇറ്റ് ഈസ് 1 1 and on 2. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? 1 1 ആയിരിക്കണം, അതുപോലെ തന്നെ on 2 ആയിരിക്കണം.
അപ്പോൾ വീണ്ടും നമ്മൾ ഇത് ചെക്ക് ചെയ്യുകയാണ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ചെക്ക് 1 സിൻസ് ഓൾ എലമെന്റ്സ് ഹാവ് യൂണിക് ഇമേജ് ഇറ്റ് ഈസ് 1 അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എ എന്ന് പറയുന്ന എലമെന്റിന് ആപ്പിൾ എന്ന് പറയുന്ന ഇമേജ് ആണ്, ബി എന്ന് പറയുന്ന എലമെന്റിന് ബോൾ എന്ന് പറയുന്ന ഇമേജ് ആണ്, സിക്ക് കാറ്റ് അതായത് ഡിസ്റ്റിങ്ക്ട് ഇമേജേ ഉള്ളൂ, യൂണിക് ഇമേജേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് 1 ഫംഗ്ഷൻ ആണ്. അടുത്തത് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൺ ടു ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ, എല്ലാ ഇമേജസിനും ഒരു കറസ്പോണ്ടിങ് പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ ആപ്പിൾ എന്ന് പറയുന്ന ഇമേജിന് എ എന്ന് പറയുന്ന ഒരു പ്രീ ഇമേജ് ഉണ്ട്, ബോളിന് ബി എന്ന് പറയുന്ന ഒരു പ്രീ ഇമേജ് ഉണ്ട്, ക്യാറ്റിന് സി എന്ന് പറയുന്ന ഒരു പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം സിൻസ് എവറി ഇമേജ് ഹാസ് എ യൂണിക് പ്രീ ഇമേജ് ഇറ്റ് ഈസ് ഓൺ ടു. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആണ്, ഓൺ ടു ആണ്. സിൻസ് ജി ഇസ് ബൈജക്റ്റീവ്, ജി ഇസ് ഇൻവേർട്ടബിൾ. ജി ഇൻവേർട്ടബിൾ ആണെന്ന് നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ട് ഈ ഫംഗ്ഷൻ ജിയുടെ ഇൻവേഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ജി ഇൻവേഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ജി ഓഫ് എ ഈക്വൽ ടു ആപ്പിൾ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ജി ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ ഈക്വൽ ടു എ എന്ന് എഴുതാം. സിമിലർലി ജി ഓഫ് ബി ഈക്വൽ ടു ബോൾ ആണ്, ദർഫോർ ജി ഇൻവേഴ്സ് ഓഫ് ബോൾ ഈക്വൽ ടു ബി. അതുപോലെ ജി ഇൻവേഴ്സ് ഓഫ് ക്യാറ്റ് ഈക്വൽ ടു സി. നമ്മൾ നേരത്തെ എഫ് ഇൻവേഴ്സ് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയല്ലോ, ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ജി ഇൻവേഴ്സും എഴുതുകയാണ്. ജി ഇൻവേഴ്സ് ഈക്വൽ ടു ആപ്പിൾ കോമ എ, ബോൾ കോമ ബി ആൻഡ് ക്യാറ്റ് കോമ സി. അതായത് ജി ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ ഈക്വൽ ടു എ, ജി ഇൻവേഴ്സ് ഓഫ് ബോൾ ഈക്വൽ ടു ബി ആൻഡ് ജി ഇൻവേഴ്സ് ഓഫ് ക്യാറ്റ് ഈക്വൽ ടു സി. അപ്പോൾ നമ്മളിവിടെ എഫ് ഇൻവേർട്ടബിൾ ആണെന്ന് കണ്ടു, എഫിൻ്റെ ഇൻവേഴ്സും കണ്ടു, ജിയും അതുപോലെ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു, ജിൻ്റെ ഇൻവേഴ്സും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ജി കോമ്പോസിഷൻ എഫ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് എ ബി സി ടു സെറ്റ് ആപ്പിൾ ബോൾ ക്യാറ്റ്. അതുപോലെ ജി ഓഫ് എ ഈക്വൽ ടു ആപ്പിൾ, ജി ഓഫ് ബി ഈക്വൽ ടു ബോൾ, ജി ഓഫ് സി ഈക്വൽ ടു ക്യാറ്റ്. ഈ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് 1 2 3 2 സെറ്റ് എ ബി സി ആണ്. എഫ് ഓഫ് 1 ഈക്വൽ ടു എ, എഫ് ഓഫ് 2 ഈക്വൽ ടു ബി ആൻഡ് എഫ് ഓഫ് 3 ഈക്വൽ ടു സി. ഇനി അടുത്തതായിട്ട് നമ്മൾ ജി കോമ്പോസിഷൻ എഫ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും, എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് ജിയുടെ കോഡൊമൈനിലേക്ക്. അപ്പോൾ എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്. ജിയുടെ കോഡൊമൈൻ എന്ന് പറയുന്നത് ഏതാ, സെറ്റ് ആപ്പിൾ ബോൾ ക്യാറ്റ്. അതായത് ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് 1 2 3 2 സെറ്റ് ആപ്പിൾ ബോൾ ക്യാറ്റ്. ആദ്യം തന്നെ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് കാൽക്കുലേറ്റ് ചെയ്യാം. ജി കോമ്പോസിഷൻ എഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് ആദ്യം തന്നെ ജി ഓഫ് എഫ് ഓഫ് 1ൻ്റെ വാല്യൂ കാണുന്നു, ജി ഓഫ് എഫ് ഓഫ് 1. നമുക്കറിയാം എഫ് ഓഫ് 1 ഈക്വൽ ടു എ ആണ്, ദാറ്റ് ഈസ് ജി ഓഫ് എ ഈക്വൽ ടു ആപ്പിൾ. സിമിലർലി നമ്മൾ ജി ഓഫ് എഫ് ഓഫ് 2 ആണ് കാണുന്നത്, അതായത് സെക്കൻഡ് എലമെന്റ്. ജി ഓഫ് എഫ് ഓഫ് 2 ഈക്വൽ ടു എഫ് ഓഫ് 2ൻ്റെ വാല്യൂ ബി ആണ്, അതായത് ജി ഓഫ് ബി ഈക്വൽ ടു ബോൾ. അതുപോലെ തന്നെ നമ്മൾ ജി ഓഫ് എഫ് ഓഫ് 3 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജി ഓഫ് എഫ് ഓഫ് 3 ഈക്വൽ ടു എഫ് ഓഫ് 3യുടെ വാല്യൂ സി ആണ്, അതായത് ജി ഓഫ് സി ഈക്വൽ ടു ക്യാറ്റ്. അതായത് ജി കോമ്പോസിഷൻ എഫ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതുകയാണ്. 1 കോമ ആപ്പിൾ, 2 കോമ ബോൾ, 3 കോമ ക്യാറ്റ്. അതായത് ഇനി അടുത്തതായിട്ട് ഈ ജി കോമ്പോസിഷൻ എഫ് ഇൻവേർട്ടബിൾ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ജി കോമ്പോസിഷൻ എഫ് ഇൻവേർട്ടബിൾ ആകണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ, ജി കോമ്പോസിഷൻ എഫ് ഈസ് ഇൻവേർട്ടബിൾ ഇഫ് ഇറ്റ് ഈസ് 1 1 ആൻഡ് ഓൺ ടു. അതായത് ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 1 എന്ന് പറയുന്ന എലമെൻറ്റിന് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. അതുപോലെ 2 എന്ന് പറയുന്ന എലമെൻറ്റിന് ബോൾ എന്ന് പറയുന്ന ഒരു ഇമേജ് ആണ്. 3ക്ക് ക്യാറ്റ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ്ക്ട് ഇമേജ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സിൻസ് ഓൾ എലമെന്റ്സ് ഹാവ് യൂണിക് ഇമേജ് ഇറ്റ് ഈസ് 1 1. ഓരോ എലമെന്റിന് യൂണിക് ഇമേജ് ഉള്ളത് കൊണ്ട് ഇതൊരു 1 1 ഫംഗ്ഷൻ ആണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഇമേജസ് എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സിലോട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇനി അടുത്തതായിട്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതും വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഓരോ ഇമേജസ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ഒരു പ്രീ ഇമേജ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആപ്പിളിന് 1, ബോളിന് 2 എന്ന് പറയുന്ന ഒരു പ്രീ ഇമേജ് ഉണ്ട്, ക്യാറ്റ് എന്ന് പറയുന്ന ഇമേജിന് 3 എന്ന് പറയുന്ന ഒരു പ്രീ ഇമേജ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സിൻസ് എവറി ഇമേജ് ഹാസ് എ യൂണിക് പ്രീ ഇമേജ് ഇറ്റ് ഈസ് ഓൺ ടു. ജി കോമ്പോസിഷൻ എഫ് 1 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതുപോലെ ഇത് ഓൺ ടു ആണ്. ദാറ്റ് ഈസ് സിൻസ് ജി കോമ്പോസിഷൻ എഫ് ഈസ് ബൈജക്റ്റീവ്, ജി കോമ്പോസിഷൻ എഫ് ഈസ് ഇൻവേർട്ടബിൾ. ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയതുകൊണ്ട് ഇത് ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണ്. അടുത്തതായിട്ട് നമ്മൾ ജി കോമ്പോസിഷൻ എഫിൻ്റെ ഇൻവേഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ജി കോമ്പോസിഷൻ എഫ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു
1, ആപ്പിൾ, 2, ബോൾ, 3, cat. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് കാണുന്നത്? അതായത് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു ആപ്പിൾ 1, ആപ്പിൾ 1, ബോൾ 2, cat 3. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ ആ ആൻസർ എഴുതി പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻവേഴ്സ് കാണാൻ വളരെ ഈസി ആയിരിക്കും. അല്ല എങ്കിൽ നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ തന്നെ ഓരോ എലമെൻറ്റിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണാം. അതായത് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ ഈക്വൽ ടു 1, ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബോൾ ഈക്വൽ ടു 2, ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ക്യാറ്റ് ഈക്വൽ ടു 3. സ്റ്റെപ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമാറ്റിൽ ഞാനിവിടെ ആൻസർ എഴുതിയത്. ഇനി അടുത്തതായിട്ട്, അതായത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ്. അതായത് നമ്മുടെ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് ജി കോമ്പോസിഷൻ എഫ് ഇൻവേർട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തു. അതിനുശേഷം എഫ് ഇൻവേഴ്സ്, ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂസ് നമ്മൾ എടുത്ത് എഴുതുകയാണ്. അതായത് എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു A1, B2, C3. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എ ഈക്വൽ ടു 1, എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഈക്വൽ ടു 2, എഫ് ഇൻവേഴ്സ് ഓഫ് സി ഈക്വൽ ടു 3. അതുപോലെ തന്നെ ജി ഇൻവേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ജി ഇൻവേഴ്സ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ ഈക്വൽ ടു എ, ജി ഇൻവേഴ്സ് ഓഫ് ബോൾ ഈക്വൽ ടു ബി, ജി ഇൻവേഴ്സ് ഓഫ് ക്യാറ്റ് ഈക്വൽ ടു സി. ഇനി നമ്മൾ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കറിയാം എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈനിൽ നിന്ന് എഫ് ഇൻവേഴ്സിൻ്റെ കോഡൊമൈനിലേക്കാണ്. അപ്പോൾ ഇവിടെ ഡൊമൈൻ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അതായത് ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഈ ബ്രാക്കറ്റിൽ ആദ്യത്തെ വാല്യൂസ് ആണ് ഡൊമൈൻ വാല്യൂസ്, രണ്ടാമത് വരുന്നതാണ് കോഡൊമൈൻ വാല്യൂസ്. ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ സെറ്റ് ആപ്പിൾ, ബോൾ, ക്യാറ്റ് ആണ്. എഫ് ഇൻവേഴ്സിൻ്റെ കോഡൊമൈൻ എന്ന് പറയുമ്പോൾ സെറ്റ് 1, 2, 3. അതായത് ആപ്പിൾ, ബോൾ, ക്യാറ്റിൽ നിന്ന് സെറ്റ് 1, 2, 3യിലേക്കാണ് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് ആദ്യത്തെ വാല്യൂ ജി ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ, ജി ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ ഈക്വൽ ടു എ ആണ്. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എ, എഫ് ഇൻവേഴ്സ് ഓഫ് എ ഈക്വൽ ടു 1. അതുപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് ബോൾ ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് ബോൾ എന്ന് പറയുന്നത് ബി ആണ്. ജി ഇൻവേഴ്സ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഈക്വൽ ടു 2. സിമിലർലി എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇൻവേഴ്സ് ഓഫ് ക്യാറ്റ് ഈക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് ക്യാറ്റ് ഈക്വൽ ടു സി ആണ്. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് സി ഈക്വൽ ടു 3. എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത്? ആപ്പിൾ 1, ബോൾ 2, ക്യാറ്റ് സി. അതായത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ആപ്പിൾ, ജി ഇൻവേഴ്സ് ഓഫ് ആപ്പിൾ ഈക്വൽ ടു 1, എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഓഫ് ബോൾ ഈക്വൽ ടു 2, എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഓഫ് ക്യാറ്റ് ഈക്വൽ ടു 3 എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സും എഫ് ഇൻവേഴ്സ് ഓഫ് ജി കോമ്പോസിഷൻ്റെ വാല്യൂസ് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് ഹെൻസ് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിൽ നിന്നൊരു ജനറൽ റൂൾ കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അതൊരു തിയറമായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. അതാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തിയറം 2, let f from x to y and g from y to z be two invertible functions, then g composition f is also invertible with g composition f inverse equal to f inverse composition g inverse. അതായത് ഒരു പ്രോബ്ലം ആയിട്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ എഫ് ഇൻവേഴ്സിൻ്റെ വാല്യൂസ് ഉണ്ട്. അതായത് എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കാണ്. അങ്ങനെ എഫ് ഡിഫൈൻ ചെയ്ത സെറ്റിൻ്റെ വാല്യൂസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊരു ജനറൽ കേസ് ആയിട്ടാണ് നമ്മുടെ തിയറം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുകൂടി നമുക്ക് പ്രൂവ് ചെയ്യാം. അതായത് ഇവിടെ ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ടു വൈയിലേക്കാണ്, ഫംഗ്ഷൻ ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വൈ ടു ഇസഡിലേക്കാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി കോമ്പോസിഷൻ എഫ് ഇൻവേർട്ടബിൾ ആണ് വിത്ത് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ്. അപ്പോൾ ഇത് തിയറമായിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒന്നും കൂടി പറയാം, സെറ്റ് എക്സ് ടു വൈ. ഫംഗ്ഷൻ അങ്ങനെയെങ്കിൽ എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സെറ്റ് വൈ ടു എക്സ് അല്ലേ? അതായത് എക്സ് ടു വൈ ആണ് എഫ് എങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് വൈ ടു എക്സിലേക്കായിരിക്കും. അതുപോലെ തന്നെ ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് വൈ ടു സെറ്റ് ഇസഡിലേക്കാണ്. അങ്ങനെയെങ്കിൽ ജി ഇൻവേഴ്സ് എവിടെ നിന്ന് എവിടേക്കായിരിക്കും? സെറ്റ് ഇസഡ് ടു സെറ്റ് വൈ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആണല്ലോ. അതുപോലെ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. അതായത് ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്?
എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് ജിയുടെ കോഡൊമൈനിലേക്ക്. അപ്പോൾ ഇവിടെ എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ആണ്, ജിയുടെ കോഡൊമൈൻ എന്ന് പറയുന്നത് വൈ ടു ഇസഡിൽ ഇസഡ് ആണ് അതിൻ്റെ കോഡൊമൈൻ. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് എക്സ് ടു ഇസഡ്. ഓക്കെ, ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? സെറ്റ് ഇസഡ് ടു എക്സ്. ഇൻവേഴ്സ് എപ്പോഴും നമ്മൾ എഴുതുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എവിടെ നിന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അതായത് ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈനിൽ നിന്ന് എഫ് ഇൻവേഴ്സിൻ്റെ കോഡൊമൈനിലേക്കാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇസഡ് ആണ് അല്ലേ? ജി ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇസഡ് ടു വൈ ആണ്. അപ്പോൾ ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇസഡ് ആണ്. എഫ് ഇൻവേഴ്സിൻ്റെ കോഡൊമൈൻ, ഓക്കെ, എഫ് ഇൻവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വൈ ടു എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഇസഡ് ടു എക്സിലേക്കാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഇൻവേർട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ ചെയ്തതുപോലെ തന്നെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്ത ശേഷം നമുക്ക് ഇൻവേർട്ടബിൾ ആണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. അതായത് ഫംഗ്ഷൻ എഫ് ഉണ്ട്, ആ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്, ആ ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻസ് അതായത് ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും ഐഡന്റിറ്റി ഫംഗ്ഷൻസ് ആണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ എന്ത് പറയാം? ആ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെന്ന് പറയാം. ടു ഷോ ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഈസ് ഇൻവേർട്ടബിൾ വിത്ത് G composition F inverse equal to F inverse composition G inverse. It is enough to show that F inverse composition G inverse composition G composition F equal to IX and G composition F composition F inverse composition G inverse equal to IZ. മനസ്സിലായോ ഇതെങ്ങനെയാണ് വന്നതെന്ന്? നമുക്കൊരു ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻസും ഇൻവേർട്ടബിൾ ആയിരിക്കണം. അതായത് എഫിൻ്റെ ഇൻവേഴ്സ് ആണ് ജി എങ്കിൽ എഫ് കോമ്പോസിഷൻ ജിയും അതുപോലെ ജി കോമ്പോസിഷൻ എഫ് എടുത്താലും അത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് IZ ആയിരിക്കണം. അതുപോലെ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു IX ആയിരിക്കണം. ഇവിടെ എങ്ങനെയാണ് IXും അതുപോലെ തന്നെ IZും വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതായത് അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സിൻ്റെ കോഡൊമൈനിലേക്കാണ്. അതായത് ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ആണ്. അതുപോലെ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നതും എക്സ്, കോഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ആണ്. അതായത് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സിൽ നിന്ന് എക്സിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ ഈ കോമ്പോസിഷൻ്റെ വാല്യൂ IX എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അതായത് ജി കോമ്പോസിഷൻ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് IZ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈനിൽ നിന്ന് ജി കോമ്പോസിഷൻ എഫിൻ്റെ കോഡൊമൈനിലേക്കാണ്. അതായത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ, എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇസഡ് ആണ്. മനസ്സിലായല്ലോ എങ്ങനെയാണ് വരുന്നതെന്ന്? അതുപോലെ ജി കോമ്പോസിഷൻ എഫിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ടു ഇസഡിൽ ഇസഡ് ആണ് അതിൻ്റെ കോഡൊമൈൻ. അതായത് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇസഡിൽ നിന്ന് ഇസഡിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി ഫംഗ്ഷൻ ലഭിക്കുന്നതും ഇസഡിൽ നിന്നായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ജി കോമ്പോസിഷൻ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഈക്വൽ ടു IZ എന്ന് എഴുതിയത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു രീതിയിൽ ആദ്യം ഫംഗ്ഷൻസ് എവിടെ നിന്നൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് എടുത്തെഴുതുക. അതിനുശേഷം ഈ IXും IZ ഒക്കെ എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോവാതെ ആൻസർ ചെയ്യാൻ കഴിയും. ഇനി നമുക്കിത് ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യാം. അതായത് നൗ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? തിയറം 1 അനുസരിച്ച്. അതായത് തിയറം 1 എന്ന് പറയുന്നത് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫിന് നമുക്ക് ഇങ്ങനെ എഴുതാലോ തിയറം 1 അനുസരിച്ചിട്ട്. അതായത് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫിനെ നമുക്ക് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ആയിട്ട് എഴുതാം തിയറം 1 അനുസരിച്ച്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ തിയറം 1 ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഇക്വേഷനും നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനും റീറൈറ്റ് ചെയ്യാം. അതായത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് എഴുതാം. വീണ്ടും ഇതിനെ നമ്മൾ റീറൈറ്റ് ചെയ്യുകയാണ്. എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ഈ ജി ഇൻവേഴ്സും കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സിന്
ഒരു സിംഗിൾ ബ്രാക്കറ്റിനകത്ത് ആക്കുകയാണ്. അതായത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും, അതായത് ഇവിടെ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ഫംഗ്ഷനാണ്. അതായത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്. അപ്പോൾ ജി ഇൻവേർട്ടബിൾ ആണെങ്കിൽ ജി കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. അതായത് ഇവിടെ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അതായത് ഇവിടെ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി എന്ന് പറയുമ്പോൾ ജിയുടെ ഡൊമൈനിൽ നിന്ന് ജി ഇൻവേഴ്സിന്റെ കോഡൊമൈനിലേക്കാണ് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ജിയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് വൈ ആണ്. ജി ഇൻവേഴ്സിന്റെ കോഡൊമൈൻ എന്ന് പറയുന്നതും സെറ്റ് വൈ ആണ്. അതായത് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വൈയിൽ നിന്ന് വൈയിലേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് ഏത് സെറ്റിലെ വാല്യൂ ആയിരിക്കും? വൈ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജിയെ നമുക്ക് ഐ വൈ ആയിട്ട് എഴുതാം. അതായത് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെയാണ് വരുന്നത്, എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ, ഇവിടെ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജിക്ക് പകരം നമുക്ക് ഐ വൈ എന്ന് റീപ്ലേസ് ചെയ്യാം, കോമ്പോസിഷൻ എഫ്. അപ്പോൾ ഇവിടെ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ഐ വൈ എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് തന്നെയാണ്. അതായത് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നു, എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ എഫ്. അതായത് ഇവിടെ എഫിന്റെ ഡൊമൈനിൽ നിന്ന് എഫ് ഇൻവേഴ്സിന്റെ കോഡൊമൈനിലേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് ആണ്, എഫ് ഇൻവേഴ്സിന്റെ കോഡൊമൈൻ എന്ന് പറയുന്നതും എക്സ് ആണ്. അതായത് എക്സിൽ നിന്ന് എക്സിലേക്കാണ് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഐ എക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗം പ്രൂവ് ചെയ്തു, അതായത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു ഐ എക്സ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് സിമിലർലി വി ഹാവ് ടു ഷോ ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ഇസെഡ്. ഇവിടെ ഇസെഡിൽ നിന്ന് ഇവിടെ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സിന്റെ ഡൊമൈനിൽ നിന്ന് ജി കോമ്പോസിഷൻ എഫിന്റെ കോഡൊമൈനിലേക്ക്. അതായത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇസെഡ് ആണ്, ജി കോമ്പോസിഷൻ എഫിന്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് ഇസെഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതായത് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇസെഡിൽ നിന്ന് ഇസെഡിലേക്കാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഐ ഇസെഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. That is, we have to prove that G composition F inverse composition G inverse equal to IZ. That is equal to ഈ ഒരു ഫംഗ്ഷൻ തിയറം 1 അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന ഈ ഫസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യും. അതായത് G composition F inverse composition G inverse എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്കിത് വീണ്ടും റീറൈറ്റ് ചെയ്യാം. അതായത് ഇവിടെ എഫ് ഇൻവേഴ്സും ഒരൊറ്റ ബ്രാക്കറ്റിലാക്കി എഴുതാം. അതായത് G composition of എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്ന് എഴുതാം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. അതായത് എഫ് എന്ന് പറയുന്ന ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണ്. അങ്ങനെയെങ്കിൽ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. ഒരു ഫംഗ്ഷനും അതിന്റെ ഇൻവേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്, അതിന്റെ ഇൻവേഴ്സ് ആണ് ജി എങ്കിൽ എഫ് കോമ്പോസിഷൻ ജി ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും, ജി കോമ്പോസിഷൻ എഫും ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു രീതി അനുസരിച്ച് ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ എവിടെ നിന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. അതായത് എഫ് ഇൻവേഴ്സിന്റെ ഡൊമൈനിൽ നിന്ന്, എഫ് ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ സെറ്റ് വൈയിൽ നിന്ന് എഫിന്റെ കോഡൊമൈനിലേക്ക്, അതായത് എഫിന്റെ കോഡൊമൈൻ എന്ന് പറയുന്നതും സെറ്റ് വൈ തന്നെയാണ്. അതായത് സെറ്റ് വൈയിൽ നിന്ന് സെറ്റ് വൈയിലേക്കാണ് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ ജി കോമ്പോസിഷൻ ഐ വൈ കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്നാണ് ഈ സ്റ്റെപ്പിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ജി കോമ്പോസിഷൻ ഐ വൈ എന്ന് പറയുമ്പോൾ നമുക്കതിനെ ജി ആയിട്ട് എഴുതാം. അതായത് ഒരു ഫംഗ്ഷൻ കോമ്പോസിഷൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഈക്വൽ ടു ജി ആണ്. ദാറ്റ് ഈസ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ജി കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്നാണ് ലഭിക്കുന്നത്. അതായത് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജി ഇൻവേഴ്സിന്റെ ഡൊമൈനിൽ നിന്ന് ജിയുടെ കോഡൊമൈനിലേക്ക്. ജി ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇസെഡ് ആണ്, ജിയുടെ കോഡൊമൈൻ എന്ന് പറയുന്നത് ഇസെഡ് ആണ്. അതായത് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഇസെഡ് ടു സെറ്റ് ഇസെഡ് ആണ്. ദാറ്റ് ഈസ് ജി കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ഇസെഡ്. അതായത് നമ്മൾ നമ്മുടെ ചോദ്യത്തിന്റെ ഈ ഭാഗവും പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ് ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ഈക്വൽ ടു ഐ ഇസെഡ് നമുക്ക് പ്രൂവ് ചെയ്തു. ഇപ്പോൾ തിയറത്തിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യം ആ പ്രോബ്ലം മനസ്സിലാക്കി ചെയ്യുക. അതിന് ശേഷം ഈ ഒരു പ്രോബ്ലം തിയറും കൂടി നിങ്ങൾ പ്രൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ കോൺസെപ്റ്റ് ക്ലിയർ ആകും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതോടൊപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.
ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്